ചോറ് തിന്നുവാണ്. നേരത്തെ കാക്കയ്ക്ക് ഞാൻ ചോറ് കൊണ്ട് വയ്ക്കുന്നതാണ്. ആ ചട്ടിയിൽ വെള്ളം ഒഴിച്ച് വെക്കും, പ്ലേറ്റിൽ ചോറ് വയ്ക്കും. അപ്പോൾ ആ പണിക്കാരവിടെ വന്നിട്ട് അവരാ തടിയോ കല്ലോ ഒക്കെ കൊണ്ടിട്ട് അതെല്ലാം പൊട്ടിച്ച് കളഞ്ഞു. ഇപ്പോൾ പിന്നെ ഞാൻ വയ്ക്കുന്നത് മുറ്റത്തായിരുന്നു വയ്ക്കുന്നത്. കാക്കയോടാ ദേഷ്യപ്പെടുന്നത്. കാക്ക ചോറ് തിന്നാൻ വന്ന് നിൽക്കുക. കണ്ടോ കണ്ടോ, കാക്കയോടാ. കാക്കകൾ വഴക്കാളികളല്ലേ. കണ്ടോ, കാക്കകൾ അവരെ കൊണ്ട് ചോറ് തീറ്റിക്കത്തില്ല. എന്താ ഭംഗിയല്ലേ. എനിക്ക് വലിയ സന്തോഷമാണ് നിങ്ങളെ കാണുന്നത്. ഇപ്പം എന്നും വരും, എപ്പോൾ നോക്കിയാലും ഇവിടെയൊക്കെ ഉണ്ട്. പുറത്ത് ഒക്കെ ആയിട്ട് എപ്പോഴും ഉണ്ട്. കാക്കേ, അവിടെ തിന്നിച്ച് പോ കാക്കേ. നിനക്ക് ഉണ്ടോ, ആ ചോറ് തിന്നാനാ കാക്ക ഉള്ളത് സമ്മതിക്കത്തില്ല. കഷ്ടം. നോക്ക് നോക്ക് നോക്ക്, കാക്കയുടെ ഒരു അഹങ്കാരം ഉണ്ടോ. കാക്ക രണ്ടെണ്ണം വന്ന് അടുത്തിങ്ങനെ ഇരിക്കുക. അടുത്തതുകൊണ്ട് പോന്നു കാക്കയുടെ പുറകെ. കാക്കയോട് ചെറഞ്ഞ് കാണിക്കുക. കാക്ക വഴക്കാളികളാണ്. ഇവിടുത്തെ ഒരു പരുന്തും കൂടുണ്ട്, അതിനകത്ത് കുഞ്ഞും തള്ളകളും ഒക്കെ ഉണ്ട്. പരുന്തിനെ എപ്പോഴും അങ്ങ് ഞോടും. കഷ്ടം, എപ്പോഴും പാവങ്ങൾ. കാക്കകളെ പോ. മിണ്ടാതെ കയറി വാ. ചേട്ടൻ വന്ന് കാണാൻ നിൽക്കും. പീലി ആയിട്ടില്ലല്ലേ. ചോറിനകത്ത് വെള്ളമുണ്ട്. കാക്കകളെ അങ്ങ് പോയേ, അതുങ്ങൾ നല്ലൊന്ന് തിന്നട്ടെ. ഇങ്ങനത്തെ വഴക്കാളികൾ. നിങ്ങൾ ചോറ് കഴിച്ചോ, ഞാൻ പോവാം. കാക്കകളെ പോ, കാക്കകളെ. ദാഹിക്കുന്നുണ്ട്. ഒരു പാത്രത്തിൽ വെള്ളവും ചോറും കൂടെ ഞാൻ വെച്ചത്. ഇപ്പം നല്ല ചട്ടിക്കകത്ത് ചോറ് മാത്രമേ ഉള്ളൂ. വെള്ളം ആ ചട്ടി ഉണങ്ങിയിരുന്നത് കൊണ്ട് ആ വെള്ളമെല്ലാം അങ്ങ് പറ്റി. പീലി ആയിട്ടില്ല, വലിയ മയിൽപ്പീലി ആയിട്ടില്ല. പൂവൻ ആണെന്നാ ചേട്ടൻ പറഞ്ഞു. ആരോടാ ചെറയുന്നത്? ഇപ്പം കാക്കകളെല്ലാം പോയല്ലോ. ഞാനും ഇവിടെ നിന്നാൽ ഇനിയും അവർ ചോറ് തിന്നത്തില്ല. മുമ്പ് 5-6 തിന്നു.
അപ്പോഴീ കാക്ക എല്ലാം ഭയങ്കര ശല്യം ചെയ്തേ. അപ്പോൾ ഇനി അവർ കഴിക്കട്ടെ, ഞാനും പോവാം. ഓക്കെ ബൈ, പിന്നെ കാണാം കേട്ടോ. തിരിഞ്ഞു വരുവാണോ? നമുക്ക് പിന്നെ കാണാം. ഞാൻ പോട്ടെ, ഞാൻ ചായ ഇട്ടിട്ട് കാപ്പി പിടിച്ചിട്ട് വേട്ടെ. ഓക്കെ, താങ്ക് യു. ചക്കരേ, സന്തോഷമുണ്ട് കണ്ടപ്പോൾ ഒത്തിരി. എന്നും ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. താങ്ക് യു.